വെൽക്കം ടു ദ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഓഫ് IBS. IBSൻ്റെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RRB NTPC എക്സാമിന് പ്രീവിയസ് ഇയറിൽ ചോദിച്ച അഡ്വാൻസ് ടോപ്പിക്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പം കുറേ നല്ല ക്വസ്റ്റ്യൻസ്, കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അത് ഡേറ്റ് അടക്കം ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോയിൽ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് പെട്ടെന്ന് സോൾവ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ വീഡിയോ വഴി നമുക്കൊന്ന് കാണാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുന്നു, ഒന്നുകൂടെ വെൽക്കം ചെയ്യേണ്ടത് നമുക്ക് ആരംഭിക്കാം വീഡിയോയിലേക്ക്. ജോമെട്രിയിലൊരു ചോദ്യമാണ്. അപ്പോൾ RRB NTPC CBT 1ൻ്റെ 5/1/2021 ഷിഫ്റ്റ് 2-ൽ ചോദിച്ചൊരു ചോദ്യമാണ്. നമുക്ക് നോക്കാം ജോമെട്രിയിൽ ചോദ്യം. ദ പെരിമീറ്റർ ഓഫ് ടു സിമിലർ ട്രയാങ്കിൾസ്. അപ്പോൾ സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ് ബേസ് ചെയ്തുള്ള ചോദ്യമാണ്. ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ PQR ആർ 36 cm and 24 cm respectively. If PQ is equal to 10 cm, then what will be the length of AB? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിൽ മെഷർ ഓഫ് PQ is equal to 10 cm. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AB ആണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AB? അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് അണ്ടർസ്റ്റാൻഡബിൾ ആകേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്. ദീസ് ടു ട്രയാങ്കിൾസ് ആർ എന്താണ്, സിമിലർ ആണ്. അതായത് നമ്മളൊന്ന് ഫിഗറൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയാങ്കിൾ PQRും ട്രയാങ്കിൾ ABCയും, ദീസ് ടു ട്രയാങ്കിൾസ് ആർ സിമിലർ. ഇപ്പോൾ ഇവിടെ എഴുതാം ട്രയാങ്കിൾ PQR, ദിസ് ഈസ് ട്രയാങ്കിൾ PQR ആൻഡ് ദിസ് ഈസ് ട്രയാങ്കിൾ ABC. ദീസ് ടു ട്രയാങ്കിൾസ് ആർ സിമിലർ ട്രയാങ്കിൾസ് ആണ്. ഇപ്പോൾ സിമിലർ ട്രയാങ്കിൾസ് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ ആംഗിൾസിൻ്റെ മെഷർമെൻ്റ് എല്ലാം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. പക്ഷേ സൈഡ്സ് എന്താണ്, അത് ഈക്വൽ ആയിരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ AB എന്നുള്ള സൈഡിൻ്റെ മെഷർമെൻറ്റാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ദിസ് ഈസ് ദ സൈഡ് ഓഫ് PQ ആൻഡ് ദിസ് ഈസ് ദ സൈഡ് ഓഫ് AB ആൻഡ് ദീസ് ടു സൈഡ്സ് ആർ കോൾഡ് കറസ്പോണ്ടിങ് സൈഡ്സ്. ഇതാണെന്ന് പറയുന്നത് കറസ്പോണ്ടിങ് സൈഡ്സ്. അപ്പോൾ അവിടെ സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസിൻ്റെ ആ ഒരു തിയററ്റിക്കൽ പാർട്ട് അണ്ടർസ്റ്റാൻഡബിൾ ആയ സ്റ്റുഡൻസിന് അറിയാം. In two similar triangles, the ratio of corresponding sides is equal to എന്നാണ് ratio of its perimeter ആയിരിക്കും. നമുക്കിവിടെ എഴുതാം ratio of corresponding sides. ഇവിടെ എഴുതാം ratio of corresponding sides is equal to ratio of perimeters. റേഷ്യോ ഓഫ് പെരിമീറ്റേഴ്സ്. ഓക്കെ, അങ്ങനെയാണ് നമ്മളിതിനെ എഴുതി ചെയ്യുവാണെങ്കിൽ റേഷ്യോ ഓഫ് കറസ്പോണ്ടിങ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതാം. ഇവിടെ PQയും ABയും എന്താണ്, അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ആണ്. ശ്രദ്ധിക്കണം, ഇവിടെ ക്വസ്റ്റിൽ എന്താണ്, അതിൽ കറസ്പോണ്ടിങ് സൈഡ്സ് എന്ന് ക്വസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ്, ഇത് കറസ്പോണ്ടിങ് സൈഡ്സ് കണക്ട് ചെയ്യുന്ന ക്വസ്റ്റിനാണ്. രണ്ട് സൈഡ്സിൻ്റെ മെഷർമെൻറ്റ് കണക്ട് ചെയ്ത് ചോദിച്ചിരിക്കുക. അപ്പം പെരിമീറ്റർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും, ആ പറയുന്ന രണ്ട് സൈഡിലും രണ്ടും എന്തായിരിക്കും, കറസ്പോണ്ടിങ് സൈഡ്സ് ആയിരിക്കും. ഇവിടെ നമുക്ക് എഴുതാം PQ by AB is equal to, okay, ratio of corresponding sides equal ratio of perimeter. Triangle PQRൻ്റെ പെരിമീറ്റർ എത്രയാണ്, അത് 24 ആണ്. ട്രയാങ്കിൾ ABCയുടെ പെരിമീറ്റർ എത്രയാണ്, അത് 36 ആണ്. ഇതിൻ്റെ റേഷ്യോ എന്തായിരിക്കും, അത് ഈക്വൽ ആയിരിക്കും. സോ അങ്ങനെയെങ്കിൽ നമ്മളിവിടെ ഇനിയിപ്പം ജസ്റ്റ് ഒരു കാൽക്കുലേഷനിൽ കൂടെ തന്നെ നമുക്ക് നമ്മുടെ ആൻസർ എടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ PQൻ്റെ മെഷർമെൻറ്റ് നമുക്കറിയാം, അത് എത്രയാണ്, 10 ആണ്. ഇവിടെ നമുക്ക് എഴുതാം 10 ഡിവൈഡ് ബൈ ABയുടെ മെഷർമെൻറ്റ് അറിയില്ല, AB ഈസ് ഈക്വൽ ടു 24/36. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ക്യാൻസലേഷൻ കൊണ്ടുവരാം. 24/36 എന്ന് പറഞ്ഞാൽ നമുക്കതിനെ 12 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 2 എന്നും ഇവിടെ 3 എന്നും എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു 2/3. സോ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ നമുക്ക് എന്താ എഴുതാം, അതിനെ 2/3 എന്ന് എഴുതാം. ഉണ്ടോ, ഈ കാൽക്കുലേഷനിൽ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും, അതാണ് ABയുടെ വാല്യൂ. ഓക്കെ, അങ്ങനെ നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് എഴുതുവാണ്, തിരിച്ച് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാക്കി എഴുതുവാണ് AB ഈസ് ഈക്വൽ ടു എന്തോരും ക്രോസ് ചെയ്താൽ മതി. ക്രോസ് ചെയ്യുന്നു. ഇപ്പോൾ 10 ഇൻറ്റു എന്താണ് 3 ഡിവൈഡ് ബൈ 2, ദാറ്റ് ഈസ് 30/2. സോ ദ ആൻസർ ഈസ് എന്ത് കിട്ടും, 15. അപ്പോൾ അവിടെ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ അത് സെൻറ്റിമീറ്ററിലാണ്. സോ നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ അറിയാം, ഓപ്ഷൻ നമ്പർ ഏതാണ്, A ആണ് ആൻസർ. ഓപ്ഷൻ 1 ഈസ് ദ ആൻസർ. സോ ദ ആൻസർ ഈസ് 15 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇപ്പോൾ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടൊരു ചോദ്യമാണ്. എന്താണ്, സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ് ബേസ് ചെയ്തുള്ളൊരു ചോദ്യം എന്ന് പറയുമ്പോൾ അവിടെ
ഈ ഒരു സംഭവം മാത്രം അറിഞ്ഞാൽ മതി. എന്താണ്? റേഷ്യോ ഓഫ് കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ടു എന്താണ്? റേഷ്യോ ഓഫ് ഇറ്റ്സ് പെരിമീറ്റർ. ആ ഒരു പോയിന്റ് മാത്രം ഓർത്താൽ ഈ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഓക്കെ, വളരെ നല്ലൊരു ജോമെട്രി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അന്ന് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് റിമൈൻഡ് ചെയ്തേക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഓൾജിബ്രയുടെ ഒരു ചോദ്യമാണ്. ഓൾജിബ്ര എന്ന ടോപ്പിക്കിൽ അറാബി NTPC CBT 1 28/12/2021 ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇഫ് എക്സ് പ്ലസ് 1/y ഈസ് ഈക്വൽ ടു 1 ആൻഡ് y പ്ലസ് 1/z ഈസ് ഈക്വൽ ടു 1, ദെൻ വാട്ട് ഈസ് z പ്ലസ് 1/x എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നതൊക്കെ ആദ്യം നമുക്കൊന്ന് എഴുതാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എക്സ് പ്ലസ് 1/y ഈസ് ഈക്വൽ ടു 1. ഓക്കെ, വിച്ച് ഓൾസോ y പ്ലസ് 1/z ഈസ് ഈക്വൽ ടു 1. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് z പ്ലസ് 1/x എന്താണെന്നുള്ളതാണ്. ഇവിടെ എഴുതാം z പ്ലസ് 1/x ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ നമുക്കിപ്പം ഈ ക്വസ്റ്റ്യനിൽ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിൽ z കൊണ്ട് 1/x അതിൻ്റെ സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ അങ്ങ് ആലോചിക്കാം. അപ്പോൾ ഓൾജിബ്രയുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും എന്താണ് അതിൻ്റെ ആ ഒരു ലോജിക്കൽ പാർട്ടിനെ പറ്റി കൃത്യമായിട്ട് നമ്മൾ ചെയ്തു വന്നെങ്കിൽ മാത്രമേ കുറേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് എക്സിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പോകും. എക്സ് അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ 1/a ഇപ്പോഴേക്ക് ട്രാൻസ്പോസ് ചെയ്യുന്നു. ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്ത് എഴുതാം? 1 മൈനസ് 1/y. എക്സ് ഈക്വൽ ടു 1 മൈനസ് 1/y ആണല്ലോ. അങ്ങനെ ഇതിൻ്റെ റെസിപ്പോൾ എടുത്താൽ ഇവിടെ 1/x ഈക്വൽ ടു എന്ത് എഴുതാം എന്ന് പറയുമ്പോൾ ഇവിടെ അതിന് മുമ്പായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനോടെ ചെയ്തു. അതായത് നമുക്ക് ഇവിടെ ഇത് ഒന്ന് LC എടുത്ത് ചെയ്യുവാണെങ്കിലേ അതിനോട് എളുപ്പമുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ കാൽക്കുലേഷനിലേക്ക് പോകുമ്പോൾ എന്താ എഴുതാം? y മൈനസ് 1 ഡിവൈഡ് ബൈ എന്ത് വരും? y എന്ന് എഴുതാൻ പറ്റും. അതാണ് എക്സ്. അങ്ങനെയെങ്കിൽ ഇവിടെ 1/x എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1/x ഈക്വൽ ടു എന്ത് എഴുതാം? y ബൈ y മൈനസ് 1 എന്ന് വരും. ഉണ്ടോ? 1/x ഈക്വൽ ടു y ബൈ, നമുക്കിവിടെ ഇത് കുളത്തിലാക്കി ഇടാം. ഉണ്ടോ? 1/x ഈക്വൽ ടു y ബൈ y മൈനസ് 1 എന്ന് എഴുതാൻ സാധിച്ചു. അപ്പോൾ ആ ഒരു പോർഷൻ ഓക്കെ ആയി. ഇനി ഇപ്പോൾ അടുത്തേക്ക് പോകാം. അവിടെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും ഇതാ ഇവിടെ y പ്ലസ് 1/x ഈസ് ഈക്വൽ ടു 1. ഇവിടെ നമുക്ക് z ഒന്ന് സോൾവ് ചെയ്താലോ? z സോൾവ് ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? y അപ്പുറേക്ക് കൊണ്ടുപോകാം. y അപ്പുറേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? 1/z ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? 1 മൈനസ് y എന്ന് വരും. 1 മൈനസ് y. തിരിച്ച് z ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? അതിനെ തിരിച്ച് അതിൻ്റെ റെസ്പോൾ എടുത്താൽ മതി. 1/1 മൈനസ് y എന്ന് വരും. 1/1 മൈനസ് y. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കുളത്തിലാക്കി ഇടാം. അപ്പം ഇപ്പം നമുക്ക് എന്തുണ്ട്? 1/x ഉണ്ട്, z ഉണ്ട്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? z പ്ലസ് 1/x എന്താണെന്നതാണ്. z പ്ലസ് 1/x. ഓക്കെ, സോ അങ്ങനെയെങ്കിൽ നമ്മുടെ ആൻസറിലേക്ക് എത്താൻ ഇനിയിപ്പോൾ നമുക്ക് നേരെ ഏതെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ മതി. നമുക്ക് നോക്കാം എന്താ അവിടെ കിട്ടും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ z പ്ലസ് 1/x ആണ് വേണ്ടത്. z പകരം നമുക്ക് എന്ത് എഴുതാം? 1/1 മൈനസ് y എഴുതാം. അവിടെ എഴുതാം 1/1 മൈനസ് y പ്ലസ് 1/x പകരം എന്ത് എഴുതാം? y ബൈ y മൈനസ് 1. y ബൈ y മൈനസ് 1. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ 1 മൈനസ് y ആണ്, അത് y മൈനസ് 1 ആണ്. ഇവിടെ ഇതിനെ ഡിനോമിനേറ്റർ ഒന്ന് സെയിം ആക്കിയാൽ, അതായത് ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, ഇപ്പം ഇതിനെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. 1/1 മൈനസ് y. ഇവിടെയും ആ രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. എങ്ങനെയാണ്? പ്ലസ് y ബൈ, ഇവിടുന്ന് ഒരു മൈനസിനെ എങ്ങനെ ഔട്ട് സൈഡ് എടുത്താൽ എന്ത് വരും? തിരിച്ചെഴുതുവാണെങ്കിൽ ടേക്കിംഗ് ദ നെഗറ്റീവ് ഔട്ട് സൈഡ് വി ക്യാൻ റിട്ടേൺ ഇറ്റ് ആസ് മൈനസ് ഓഫ് എന്ത് എഴുതാം? 1 മൈനസ് 5. മൈനസ് ഓഫ് 1 മൈനസ് 5 എന്ന് എഴുതാം. ആണല്ലോ. സോ അങ്ങനെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിങ്ങനെ എഴുതാൻ പറ്റും. 1 ഡിവൈഡ് ബൈ എന്താണ്? 1 മൈനസ് y. നമുക്ക് ഈ നെഗറ്റീവ് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് വരും. y ഡിവൈഡ് ബൈ എന്ത് എഴുതാം? 1 മൈനസ് y. ഉണ്ടോ? ഇങ്ങനെ എഴുതാൻ സാധിക്കും. സോ now the denominators are same. ഇപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയ ഫ്രാക്ഷനിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതുമ്പോഴത്തേക്കും നോക്കി ന്യൂമറേറ്ററിലുള്ളത് മാത്രം ചെയ്താൽ മതി. കോമൺ ഡിനോമിനേറ്റർ ആക്കി എഴുതിയാൽ മതി. എന്ന് പറയുമ്പോൾ അവിടെ എന്താ എഴുതാം? 1 മൈനസ് y. ഉണ്ടോ? അപ്പോൾ 1 മൈനസ് y എന്ന് എഴുതാം. 1 മൈനസ് y. ഉണ്ടോ? അതായത് ഡിനോമിനേറ്റർ സെയിം ആണ്, 1 മൈനസ് y ആണ്, അതങ്ങ് എഴുതി കൊടുത്തു. ഇനി ന്യൂമറേറ്ററിലുള്ള എന്താണ്? 1 മൈനസ് y ആണ്.
ആണല്ലോ. സോ 1 - 5 ഡിവൈഡ് ബൈ 1 - 5. അപ്പോൾ 1 - 5 ഡിവൈഡ് ബൈ 1 - 5 എന്താണ്? ഇവിടെ ക്യാൻസലേഷൻ ഫൈനലി നടന്നു കഴിയുമ്പം നമുക്ക് എന്ത് കിട്ടും? ആൻസർ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 1 എന്നിട്ട് കണ്ടോ? ഇതാണ് ഓൾജിബ്രയുടെ ക്വസ്റ്റ്യൻ്റെ ആ ഒരു രീതി എന്ന് പറയുന്നത്. നമുക്ക് തന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു, എന്ത് ചെയ്തു? ക്വസ്റ്റ്യൻ രീതിയിലേക്ക് കൊണ്ടുവന്നു, അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നേരെ എന്ത് ചെയ്തു? ഒരു ഇന്റീരിയർ വാല്യൂ ആൻസറാക്കി കിട്ടുന്നു. അങ്ങനെ നമ്മൾ ഓപ്ഷനിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, ഓപ്ഷൻ നമ്പർ എന്താണ്? 1 തന്നെയാണ് നമ്മുടെ ആൻസർ. എന്ത് കിട്ടി? 1. സോ ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, നല്ലൊരു ചോദ്യം തന്നെയായിരുന്നു. വേറൊന്നുമില്ല, നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ അതെന്താണോ അത് തന്ന 2 ഇക്വേഷനിൽ നിന്ന് നേരെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കൊണ്ടുവന്നു, അതിനെ സോൾവ് ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ കണ്ടാൽ നമുക്ക് തോന്നുമോ ഇതിൽ നിന്ന് ഒരു ഇന്റീരിയർ വാല്യൂ കൃത്യമായിട്ടും സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുമോ? തോന്നത്തില്ല. പക്ഷേ എന്താണ്, കൃത്യമായി ഇന്റീരിയർ വാല്യൂ എന്ത് ചെയ്യാൻ പറ്റി? അവിടെ സോൾവ് ചെയ്യാനും സാധിച്ചു. ഇതാണ് ഓൾജിബ്രയുടെ ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, RRB-NTPC 9/1/2021 മോർണിംഗ് ഷിഫ്റ്റിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ജോമെട്രിയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ നല്ലൊരു ചോദ്യം തന്നെയാണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ഇൻ ദ ഗിവൻ ഫിഗർ BC, ഇവിടെ 2 ലൈൻ കൊടുത്തിരിക്കുന്നത് എന്താണ്? വിച്ച് മീൻസ് പാരലൽ ടു DE. കേട്ടോ, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തോണം. BC ഈസ് പാരലൽ, അതായത് BCയും DE എന്താണ്? 2 പാരലൽ ലൈൻസ് ആണ്. പാരലൽ ടു DE. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആംഗിൾ X. എക്സിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ഇതാണ് X എന്ന് പറയുന്നത്. ഈ ആംഗിളിൻ്റെ മെഷർമെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഫിഗറിനകത്ത് നോക്കി അറിയാം, ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പിലും എന്താ പാരലൈനും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പഠിച്ച ആ കൺസെപ്റ്റ്, നമ്മൾ പഠിച്ച ആ ബേസിക് കൺസെപ്റ്റ് ഉപയോഗിച്ച് വേണം ഈ ക്വസ്റ്റ്യൻ നമ്മളൊന്ന് അപ്രോച്ച് ചെയ്യാണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുന്നത്, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? ഈ ഒരു ആംഗിൾ ABC എത്രയാണ്? 122 ഡിഗ്രിയാണ്. അപ്പോൾ തന്നിരിക്കുന്ന ആ ഡാറ്റാസ് ഞാൻ ആദ്യം ഒന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ അതിൽ ഇവിടെ എഴുതാം. ഫസ്റ്റ് വൺ, ആംഗിൾ ABC. ഓക്കെ, മറ്റൊരു കളർ എഴുതാം. ആംഗിൾ ABC ഈസ് ഈക്വൽ ടു 122 ഡിഗ്രി. ഓൾസോ ആംഗിൾ ADE, ആംഗിൾ ADE which is equal to 38 degree. 38 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഈ ക്വസ്റ്റിന് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട വിധം, ഇതിൽ തന്നിരിക്കുന്ന ആ ഒരു ഹിന്റ് തന്നെ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ആദ്യം. അതായത് ഇവിടെ BC ഈസ് പാരലൽ ടു എന്താണ്? DE ആണ്. BCയും DEയും പാരലൈൻസ് ആണ്. അപ്പോൾ അതിനെ ഒന്ന് കുറച്ചുകൂടെ ക്ലാരിറ്റിയോടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം. BC ഈസ് പാരലൽ ടു DE ആണല്ലോ. സോ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയും കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫിഗർ കറക്റ്റായിട്ട് മനസ്സിലാവും. നോക്കിയതുണ്ടോ? ഇതിപ്പോൾ എന്തായിട്ട് മാറി? ഒരു ട്രയാങ്കിളായി. കണ്ടോ? ദിസ് ഇസ് എ ട്രയാങ്കിളായി. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇതിൽ ഈ BCയും ഈ DEയും എന്താണ്? പാരലൽ ലൈൻസ് ആണല്ലോ. അപ്പോൾ അവിടെ ഈ AB എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഈ ലൈൻ എന്തായിരിക്കും? അതിനെ കട്ട് ചെയ്ത് പോകുന്ന ലൈനാണ്. അപ്പോൾ അതിനെ കട്ട് ചെയ്ത് പോകുന്ന ലൈനിൽ അക്കോർഡിംഗ് ടു ഈ പാരലൈൻസിൻ്റെയും ട്രാൻസ്വേഴ്സൽസിൻ്റെയും ആ ഒരു തിയറി അനുസരിച്ച് 2 പാരലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്ത് പോകുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് എന്തായിരിക്കും? അത് ഈക്വൽ ആയിരിക്കും. എന്തായിരിക്കും? കറസ്പോണ്ടിങ് ആംഗിൾസ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ABC അതൊരു ആംഗിളാണ്. ABC ആ പാരലൈനും AB എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഉള്ള ആ ട്രാൻസ്വേഴ്സ് തമ്മിൽ ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുമ്പം അവിടെ ABC എന്നുള്ള ആംഗിളിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾ ഏതാണെന്ന് ചോദിച്ചാൽ കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ നിങ്ങൾ അതിനെ ഒബ്സർവ് ചെയ്യുക. ദിസ് ഈസ് ദ കറസ്പോണ്ടിങ് ആംഗിൾ. ഇവിടെ എഴുതാം, ഇതാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയുന്നത്. കറസ്പോണ്ടിങ് ആംഗിൾ അതെന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ ആയിരിക്കും. സോ നമുക്കിവിടെ എഴുതാം, ഈ ആംഗിളിൻ്റെ മെഷർമെൻറ്റ് എത്രയാണ്? അതിനെ നമുക്ക് 122 ഡിഗ്രി എന്ന് എഴുതാം. 122 ഡിഗ്രി. ക്ലിയർ ആണല്ലോ? സംശയമൊന്നുമില്ല. ഞാൻ പ്രത്യേക ഒരു ഫിഗർ വരയ്ക്കേണ്ട ആവശ്യം വേണ്ടി വരും തോന്നില്ല. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ DE എന്താണ്? ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതെന്താണ്? അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ നമുക്കറിയാം. ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ആംഗിൾ എത്രയാണ്? സ്ട്രെയിറ്റ് ലൈനിലെ ആംഗിൾ നമുക്കറിയാം അത് എത്രയാണ്? അത് 180 ഡിഗ്രി ആണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. 180 ഡിഗ്രി. ആംഗിൾ ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. സോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഈ ഒരു പോർഷനിലെ ആംഗിൾ എത്രയാണ്? അത് 122 ഡിഗ്രി ആണെങ്കിൽ ബാക്കി റിമൈനിങ് വരുന്ന ആംഗിൾ എത്രയായിരിക്കും? അതായത് ഈ ആംഗിളിൻ്റെ മെഷർമെൻറ്റ് എത്രയായിരിക്കും? അപ്പോൾ 122 ആണ്. അപ്പോൾ അത് 180 മൈനസ് ചെയ്യുന്നു. സോ വി ഗോട്ട് ദിസ് ആംഗിൾ ആസ് എന്താണ്? 58 ഡിഗ്രി എന്ന് കിട്ടും. അത് 58 ഡിഗ്രി എന്ന് വരും. ഓക്കെ, വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാം?
അത്രയും ഭാഗത്തെ ഫിഗർ വേണമെങ്കിൽ ഞാനൊന്ന് മാറ്റി വരച്ച് കാണിക്കാം. എത്രയും ഭാഗം ഇങ്ങനെ റഫായിട്ടൊന്ന് വരച്ച് കാണിക്കുകയാണ്. നോക്കിക്കേ, റഫായിട്ട് വരയ്ക്കുമ്പോൾ നമുക്കറിയാം ഓൾറെഡി ഇതാ ഈ രണ്ട് ആംഗിൾസിനെ പറ്റി പറയുമ്പോൾ ഈ ആംഗിൾ നമുക്കറിയാം എത്രയാണ്, അത് 38 ഡിഗ്രി വിച്ച് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ആൻഡ് വി ഗോട്ട് ദിസ് ആംഗിൾ ആസ് വിച്ച് ഈസ് 58 ഡിഗ്രി. ആൻഡ് നമ്മോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഇതാ ചോദിച്ചിരിക്കുന്നത്, ഈ ആംഗിളിൻ്റെ മെഷർമെൻറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാ ഇത്. അപ്പോൾ അവിടുന്ന് മനസ്സിലാക്കിക്കോണം, നമ്മൾ ഈ ഫിഗറിനെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താണ് എന്ത് ചെയ്ത് നമ്മളിങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ജോമെട്രിയിലെ പ്രോബ്ലംസ് ചെയ്യുമ്പം നമ്മുടെ ബേസിക് കൺസെപ്റ്റ് സപ്ലൈ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ഫിഗറിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവരുന്നതിന് യാതൊരു പ്രശ്നവുമില്ല ആണല്ലോ. അപ്പോൾ നമ്മൾ ചെയ്ത എന്താണ്, ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ ഈ പാരലായിട്ടുള്ള ലൈൻസ് ഞാൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു, അതായത് ആ കറസ്പോണ്ടിങ് ആംഗിൾസിൻ്റെ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. എന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്തു, അവിടെ ആ എക്സ്റ്റെൻഡ് ചെയ്ത് ട്രയാങ്കിൾ ഫോം ചെയ്തു. അവിടുന്ന് എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് ആംഗിൾ ഇട്ട് കൊടുത്തു. അവിടുന്ന് എന്ത് ചെയ്തു, അതിൻ്റെ ഇന്റീരിയർ ആംഗിൾ, ആ ട്രയാങ്കിളിൻ്റെ ആംഗിൾ കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ ലാസ്റ്റ് പോയിന്റ് എന്താണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ, എന്താണ്, ദ സം ഓഫ് ദ 3 ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു എന്താണ്, 180 ഡിഗ്രി അല്ലേ. ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസിന് സം എത്രയാണ്, അത് 180 ഡിഗ്രിയാണ്. സോ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എച്ച് ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതിന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് യാതൊരു ഡിഫിക്കൽറ്റി ഇല്ല. എച്ച് ഡിഗ്രി എച്ച് ഈക്വൽ ടു എന്താ എഴുതാം, ഇതങ്ങ് മൈനസ് ചെയ്താൽ മതി. അതായത് 180യിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, ഈ പറഞ്ഞ 38 ഡിഗ്രിയും ഈ 58 ഡിഗ്രിയും കൂടെ അങ്ങ് മൈനസ് ചെയ്ത് കൊടുത്താൽ മതി. അതായിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത് ഫൈനൽ ആൻസർ. സോ അങ്ങനെയാണെങ്കിൽ 180 മൈനസ് ഇത് ചെയ്യുമ്പോൾ എത്ര വരും, ഇത് 6 നമുക്ക് എത്ര എഴുതാം, 96 എന്ന് വരും. അപ്പോൾ 180 നിന്ന് 96 കുറച്ചാൽ ദ വാല്യൂ ഈസ് എത്രയാണ്, 84 ഡിഗ്രി. ദ എച്ച് ഡിഗ്രി ഈക്വൽ ടു എന്ത് കിട്ടും, 84 ഡിഗ്രി വിച്ച് ഈസ് ഓപ്ഷൻ നമ്പർ 3 വിച്ച് ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ? ഇതിലും കൂടുതൽ ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യം വേണ്ടി വരുന്നില്ലല്ലോ. വളരെ നല്ലൊരു ചോദ്യം തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു 2 പോയിന്റ്സ് മാത്രം അവിടെ ഐഡിയ ഉള്ള ആൾക്ക് എന്ത് ചെയ്യാം, ആ ഫിഗർ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പിന്നെ യാതൊരു പാടുമില്ല. ഓക്കെ, സോ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത വിധം സ്റ്റുഡൻസ് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ അടുത്ത ചോദ്യം RIP NTPC CBT 1 30/12/2021 ഷിഫ്റ്റ് 2ൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഒരു ഓൾജിബ്രയുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, ഇതേ മോഡൽ ഇതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്നാണ് എക്സാമിൽ, അതിപ്പോൾ SSCയുടെ CHSലായാലും CGLനായാലും ഇനി നമ്മുടെ RRB എക്സാമിനായാലും കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആ ഒരു ലോജിക്ക് നിങ്ങൾ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ക്വസ്റ്റ്യനാണ്. അതായത് x plus 1/x equal to 5, then find the value of 3x by 2x square plus 2 minus 5x എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ x plus 1/xൻ്റെ വാല്യൂ ഉണ്ട്, അത് 5 എന്ന് ക്വസ്റ്റ്യൻ തന്നിരിക്കുക. സോ നമുക്ക് ആദ്യം അത് തന്നെ നോട്ട് ചെയ്യാം. x plus 1/x is equal to 5 which is given in the question. ചോദിച്ചിരിക്കുന്നത് 3x the whole divided by 2x square plus 2 minus 5x. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കണം, ഇതിൽ നിന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്, അതായത് ഈ ഒരു സംഭവം നമ്മൾ ഇവിടെ കൊണ്ടുവരാൻ കണക്ട് ചെയ്യാൻ പോവുക. അതായത് ഇവിടെ തന്നിരിക്കുന്ന 3x the whole divided by 2x square plus 2 minus 5x. ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഞാനിവിടെ ഇതിൽ നിന്ന് ഈ ഡിനോമിനേറ്ററിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു എക്സിനെ ഔട്ട്സൈഡ് എടുക്കാൻ പോവുക, കോമൺ എടുക്കാൻ പോവുക. അപ്പോൾ അതിനെ ഔട്ട്സൈഡ് എടുക്കുമ്പോഴത്തേക്കും അതെങ്ങനെ വരും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അതായത് ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം, ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് 3x the whole divided by, I am taking x in the denominator common, so x നെ ഇങ്ങ് ഔട്ട്സൈഡ് എടുക്കുന്നു. സോ ഐ ആം ടേക്കിംഗ് x ഔട്ട്സൈഡ്. സോ ഒരു എക്സിനെ ഔട്ട്സൈഡ് എടുത്താൽ ഈ ടൈമിൽ നമുക്ക് ഇവിടെ എന്താ എഴുതാം, അതിനെ 2x എന്ന് എഴുതാം. 2x പ്ലസ് ഇവിടെ എന്ത് വരുന്നു 2. ഇവിടെ ശ്രദ്ധിക്കണം, ഇതിനെ നമ്മൾ 2 എന്ന് എഴുതാൻ പാടില്ല, ഇവിടെ നമുക്ക് 2/x എന്ന് എഴുതാം ആണല്ലോ. അപ്പോൾ ശ്രദ്ധിക്കണം, 2/x എന്ന് എഴുതുമ്പോൾ ഈ x അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻസൈഡ് പോകുമ്പോൾ എന്ത് സംഭവിക്കും, ഈ എക്സിന് ഇൻസൈഡ് വിടുമ്പോൾ എന്ത് വരും, ആ എക്സും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞ ശേഷമാണ് 2 അവിടെ വരുന്നുള്ള കാര്യം മനസ്സിലാക്കിക്കോണം കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ 2/x എന്ന് എഴുതിയത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സിനെ ഔട്ട്സൈഡ് എടുത്ത് അവിടെ എന്ത് വരും, -5 എന്ന് വരുന്നുണ്ട്, -5. ക്ലിയർ? സോ അങ്ങനെ സമയം കളയേണ്ട, അത് അവിടുത്തെ എക്സും ക്യാൻസൽ ചെയ്ത് കളയാം. എന്ത് ചെയ്യുന്നു, ആ എക്സും എന്ത് ചെയ്തു, അവിടെ ക്യാൻസൽ ആയിപ്പോയി. സോ അങ്ങനെയെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എഴുതാം 3 the whole divided by, ഇവിടെ എഴുതാം 2x plus 2 divided by x minus 5 എന്ന് എഴുതാം, -5. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് വേറെ ഒന്നുമില്ല, ഞാൻ ഇവിടെ നിന്ന് ഈ പോർഷൻ എന്ത് ചെയ്യുന്നു, 2നെ ഇങ്ങ് ഔട്ട്സൈഡ് എടുക്കുക. ഐ ആം ടേക്കിംഗ് 2 ഔട്ട്സൈഡ്. സോ 2നെ ഔട്ട്സൈഡ് എടുക്കുകയാണ് ഇവിടുന്ന്. അപ്പോൾ 2നെ ഇവിടുന്ന് അങ്ങ് ഔട്ട്സൈഡ് എടുത്താൽ 2 ഇൻറ്റു ഇവിടുന്ന് മാത്രമേ ഔട്ട്സൈഡ് എടുക്കുന്നു,
എക്സ് പ്ലസ് എന്തെഴുതാം 1/x -5 എന്ന് എഴുതി. ഇതാ ചോദിച്ച ക്വസ്റ്റ്യൻ ഇത് ഇങ്ങനെ വന്നിരിക്കുകയാണ്. എക്സ് പ്ലസ് 1/x -5 എന്ന് വന്നു. ഇവിടെ നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടെന്നാണ് എക്സ് പ്ലസ് 1/x എന്നാണ് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ അത് ഗിവൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, അവിടേക്ക് എന്ത് ചെയ്താൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, അത് സോൾവ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ. കണ്ടോ, അപ്പോൾ ഇവിടെ ആ എക്സ് പ്ലസ് 1/x എന്നുള്ള ആ ഒരു സംഭവം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്നത് ഹിഡൻ ആണ്. അത് നമ്മൾ എന്ത് ചെയ്താൽ മതി, അവിടുന്ന് കറക്റ്റായിട്ട് അങ്ങ് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു പാടുമില്ല. അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, ഓൾജിബ്രയുടെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് കാണുമ്പം തന്നെ അറിയാം ഈ ക്വസ്റ്റ്യൻ ഈ രീതിയിലാണ് പോകുന്നത്. മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട് ഓൾജിബ്രയിൽ. ഇപ്പോൾ എക്സ് പ്ലസ് 1/x തരും, അല്ലെ എക്സ് മൈനസ് 1/x തരും. അപ്പോൾ ഒക്കെ ആ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, തന്ന ക്വസ്റ്റ്യനെ ഈ ഒരു ഫോമിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ തന്നെ സോൾവ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. ഇനിയിപ്പോൾ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ എക്സ് പ്ലസ് 1/x ഇവിടെ നമുക്ക് 5 ആണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് സോൾവ് ചെയ്താൽ നമ്മുടെ ഓപ്ഷൻ ക്യാച്ച് ചെയ്താൽ ആൻസറായി. സോ ടൈം കളയണ്ട, നമുക്കിനിയിപ്പോൾ ബാക്കിയുള്ള നമ്മൾ ജസ്റ്റ് കാൽക്കുലേഷൻ മാത്രമാണ്. സോ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എഴുതാം 3/2 into ഇവിടെ നമുക്ക് എക്സ് പ്ലസ് 1/x പകരം എന്ത് എഴുതാം, 5 എന്ന് എഴുതാം. മൈനസ് എന്ത് വരുന്നുണ്ട്, 5 എന്ന് വരുന്നു. ഓക്കെ, സോ അങ്ങനെയെങ്കിൽ നമുക്കിവിടെ എന്ത് എഴുതാം, 3/5 into 2 which is 10 ആണ്, -5, സിമ്പിൾ കാൽക്കുലേഷൻ. സോ നമുക്കറിയാം 10 - 5 ആണ്. സോ വി ഗോട്ട് ദ ഫൈനൽ ആൻസർ ആസ് 3/5. 3/5 ഓപ്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം വിച്ച് ഈസ് ഓപ്ഷൻ നമ്പർ 3. ദിസ് ഈസ് ദ ആൻസർ, 3/5. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വേറൊന്നുമല്ല, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഈ എക്സ് പ്ലസ് 1/x ഇവിടെ സോൾവ് ചെയ്ത് കൊണ്ടുവരിക ചെയ്തത്. ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഡിനോമിനേറ്ററിൽ നിന്ന് എക്സിനെ ഔട്ട് സൈഡ് എടുത്തുന്നുള്ള രീതിയിലാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കാണെങ്കിൽ മറ്റൊരു രീതിയിൽ ആലോചിക്കാം. ഇവിടെ ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്തു, എക്സ് കൊണ്ട് ത്രൂ ഔട്ട് അങ്ങ് ഡിവൈഡ് ചെയ്തു. അങ്ങനെ ചെയ്താലും എന്ത് വരും, ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, ഈ ഫോമിലെത്തും. ആണല്ലോ. സോ വേറൊന്നുമില്ല, ഓൾജിബ്രയുടെ സ്റ്റാർട്ടിങ്ങിലുള്ള എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും എന്താണ്, നമ്മൾ ഈ ഒരു ഫോമിലാണ് പഠിക്കുന്നത്. ആ ഒരു ഫോമിൽ ആ ഒരു ലോജിക്കിലുള്ളൊരു ക്വസ്റ്റ്യൻ ആയത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്താണ്, ഈ ചോദിച്ചിരിക്കുന്ന ഈ ചോദ്യത്തിനെ ഈ ഒരു ഫോമിലേക്ക് ഒന്ന് മാറ്റി എഴുതി കൊണ്ടുവരാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഫൈനലി എന്താണ് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ, വി ഗോട്ട് ദ ആൻസർ. ക്ലിയർ? ഓക്കെ. സോ സ്റ്റുഡൻസ്, അപ്പം നമ്മുടെ ഇന്നത്തെ ഈ സെഷനിൽ നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്ത ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്കറിയാം RRB NTPCയുടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ വീഡിയോയിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായി എന്നുള്ള രീതിയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് ഇനി അടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ താങ്ക് യു വെരി മച്ച്.